നമസ്കാരം. നാളെ ജൂൺ 17 ചൊവ്വാഴ്ചയാണ്. നാളത്തെ ദിവസം രാശിപ്രകാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക്, രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാതെ ചില അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം തന്നെയാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. ഇഷ്ട വ്യക്തികളെ കണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഔദ്യോഗികമായ തലവേദനകൾ ഉണ്ടാകും എങ്കിലും അധികം ഉണ്ടാകണം എന്നില്ല. എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതായ ആ ചുമതലകൾ ലഘു യത്നത്താൽ തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ആ തീരുമാനങ്ങൾ സമ്മർദ്ദം കൂടാതെ എടുക്കുവാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുവാൻ സാധിക്കുന്ന തീരുമാനങ്ങളാണ് എങ്കിൽ പോലും അധികം ചിന്തകൾ കൂടാതെ ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത ഇന്നേ ദിവസം വന്നു ചേരാം. പല കാര്യങ്ങളിലൂടെയും ധനലാഭം വന്ന് ചേരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും ഉള്ള അലട്ടും അല്ലലുമെല്ലാം ഒരു പരിധിവരെ ഇന്നേ ദിവസം ഒഴിഞ്ഞു പോയി എന്ന് വരാം. ഇഷ്ട ആഹാരം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയം കൂടിയാകുന്നു. ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും മനസ്സിന് സന്തോഷം നൽകുന്നതായ ഒത്തുചേരലുകൾ സാധ്യമാകുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായോ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവസരമാണ് എങ്കിലും കടന്നു വരാവുന്നതാണ്. സാമ്പത്തിക പ്രയോജനം ലഭിക്കുന്നതായ ഒരു ദിവസമാകുന്നു. ദേഹസുഖം ഇന്നേ ദിവസം സംജാതമാകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നടക്കില്ല എന്ന് നനച്ചതായ പല കാര്യങ്ങളും ഇന്നേ ദിവസം നടക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ പല ആഗ്രഹങ്ങളും നടന്നു എന്ന് വരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉണർവുണ്ടാകുന്നതായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. തുടർ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീർന്നു എന്ന് വരാം. അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അലച്ചിലും പണച്ചെലവും ഉണ്ടാകും എങ്കിലും അതെല്ലാം ശ്രദ്ധയോടെ നിങ്ങൾക്ക് വീക്ഷിക്കുന്നതിലൂടെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാകുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവിയെ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും സുഗമമാകുന്ന ഒരു ദിവസമായി തന്നെ മാറാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഉത്തരവാദിത്തങ്ങൾ സമയബന്ധിതമായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കും. ധനപരമായ ചില ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കി പല വ്യക്തികളും സഹായിക്കാനായി മുന്നോക്കം വന്നു എന്ന് വരാം. അതിനാൽ ധനപരമായ ക്ലേശങ്ങൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ധനലാഭം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ കർമ്മവുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. വ്യാപാരികൾക്കും വ്യവസായികൾക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലൂടെയും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിൽ പോലും
കൂടുതലായും അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില അനുകൂലമായ വാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ കേട്ടു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പലവിധ സഹായങ്ങൾ ലഭിക്കുക, പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുക, കുടുംബസൗഖ്യം അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ ഒഴിഞ്ഞ് സന്തോഷകരമായ നിമിഷങ്ങൾ പോലും വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായ സാഹചര്യവുമുണ്ട്. പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അഥവാ ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഇവർക്ക് ഗുണാധിക്യം ഉണ്ടാകുന്നതായ സമയമാണ് ഇന്നേ ദിവസം. പല കാര്യങ്ങളിലും സ്വസ്ഥത അനുഭവപ്പെടുന്നതായ സമയം. മനസ്സിൽ പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ട് എങ്കിലും അത് മറന്ന് പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൃത്യനിർവഹണം പ്രശംസനീയമായി മാറാം. സമയനിഷ്ഠ പല കാര്യങ്ങളിലും പാലിക്കുവാൻ സാധിക്കും. വ്യാപാരികൾക്ക് ആദായം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ അനൈക്യം, ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. പ്രണയികൾക്കും അനുകൂലമായ ദിവസം തന്നെയാകുന്നു. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ചിന്തകൾ കടന്നു വരാം. ഊഹക്കച്ചവടം, ചിട്ടി എന്നിവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുക, ആഗ്രഹിക്കുന്നതായ ഭക്ഷണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു ദിവസമാകുന്നു. കാര്യ തടസ്സങ്ങൾ ചില കാര്യങ്ങളിൽ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ചില തീരുമാനങ്ങൾ ശ്രദ്ധയോടെ തന്നെ കൈക്കൊള്ളണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും കർമ്മവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സംതൃപ്തി വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പിണങ്ങിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവർ ഇണങ്ങുന്നതിനുള്ള ചില കാര്യങ്ങൾ, നടപടികൾ സ്വീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പാരിതോഷികങ്ങൾ ലഭിക്കുകയോ ശുഭവാർത്തകൾ തേടിയെത്തുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് പൂജിച്ചതായ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമായ ഒരു ദിവസം തന്നെയാകുന്നു. മറ്റൊരു രാശി മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഇന്നേ ദിവസം ധനവരവ് അത്ര മോശമാകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ തിടുക്കം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നതിനാൽ ആ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെളിപ്പെടുത്തണം എന്നില്ല. ആ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. വാക്കുകൾ അറിയാതെ പരുഷമായി പോകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ധനവരവ് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. സുഖഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ബുദ്ധിയോടെ ഉണർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. കർമ്മ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ അമിതമായി ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളും നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും കർമ്മവുമായി ബന്ധപ്പെട്ടും ലാഭം വന്നു ചേരാം. ചെറിയ കൈവായ്പകൾ തിരികെ ലഭിക്കുക, സഹായമായി ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഖഭക്ഷണം ലഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. സർവ്വകാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. ചെലവ് നിയന്ത്രിക്കാൻ അല്പമൊന്ന്
പാടുപെടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നിരുന്നാലും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആരോഗ്യ കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ നക്ഷത്രക്കാർ ഏവരും പ്രത്യേകിച്ചും ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നെക്കൊണ്ട് സാധിക്കുന്ന കഴിവിനൊത്ത ആ വഴിപാടുകൾ ഇന്നേ ദിവസം ദേവിക്ക് നടത്തുന്നതും ദേവിക്ക് പൂജിച്ച അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ഏറ്റവും ശുഭകരമാണ്.